ശ്രീ ബാബു, ഇപ്പോൾ മലയോര മേഖലയിൽ ഒരു ജീവൻ നഷ്ടമാകുമ്പോൾ 10 ലക്ഷം രൂപ, ഇപ്പോൾ 11 ലക്ഷം രൂപ, വീട്ടിലൊരാൾക്ക് ജോലി എന്നുള്ളതാണ് വാഗ്ദാനം. നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കാണുമ്പോൾ ഈ 10 ലക്ഷം രൂപയുടെ വിലയുള്ള ഒരു സർക്കാർ ജോലിയുടെ വിലയുള്ള ചില മനുഷ്യർ, ജീവന്റെ വിലയാണ് കേട്ടോ ഞാൻ പറയുന്നത്, അങ്ങനെ തോന്നുന്നുണ്ടോ? എനിക്ക് ഇന്ന് അവിടെ കൂടി നിൽക്കുന്ന മുഴുവൻ മനുഷ്യരെയും കാണുമ്പോൾ അങ്ങനെ തോന്നുന്നുണ്ടായിരുന്നു. അത്രമാത്രം സംവിധാനം വിലയിട്ട ചില മനുഷ്യ ജീവനുകൾ എന്ന്. മധു, ഇവിടെ സംസാരിച്ച ചില പാനലിസ്റ്റുകളുള്ള കുറെ രാഷ്ട്രീയൊക്കെ ഇങ്ങനെ പറയുന്നത് കേട്ടു. ഈ സമയത്തൊക്കെയാണ് ഇവരിങ്ങനെ ഭയങ്കര സഹതാപം തോന്നുന്നു ഇവരോടൊക്കെ. കാരണം വെച്ചാൽ ഇവർക്കെല്ലാം ഇതൊക്കെ പറഞ്ഞ് സ്വസ്ഥമായി വീട്ടിൽ പോകാൻ കഴിയും. പക്ഷെ ഒരു നരഭോജി വിലസുന്ന നാട്ടിൽ സമയം 8:30 അടുക്കുന്നു, ജീവിക്കുക എന്നുള്ളത് ഭയങ്കര ഭീകരമാണ്. ഈ ആദ്യമായിട്ടുള്ള സംഭവമൊന്നുമല്ല. വയനാട്, കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ മനുഷ്യരും വന്യജീവികളും പോരടിക്കുന്ന തിരുനെല്ലി പഞ്ചായത്തിന്റെ അതിർത്തിയോട് ചേർന്ന് നിൽക്കുന്ന സ്ഥലമാണ് ഈ പഞ്ചാരക്കൊല്ലി. ഇവിടെ വന്യമൃഗങ്ങളുടെ എണ്ണത്തിൽ ചെറിയ വർധനവൊന്നും അല്ല വന്നത്, വലിയ വർധനമാണ് വന്നിട്ടുള്ളത്. ഞങ്ങള് ഒരു വിലപേശൽ ശക്തിയൊക്കെ ആയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ നല്ലൊരു ഒന്നാന്തരം വോട്ട് ബാങ്കൊക്കെ ആയിരുന്നെങ്കിൽ ഇതിനു മുമ്പേ ഇതിനൊക്കെ കൃത്യമായി ഒരു പരിഹാരം ഉണ്ടാകുമായിരുന്നു. കാരണം ഇവരെ സംബന്ധിച്ച് ഇപ്പം ഇതുപോലൊരു ചർച്ച നടത്തി, അല്ലെങ്കിൽ നിയമസഭയിലെ 2 ചോദ്യങ്ങളൊക്കെ ചോദിച്ച് ഇതോടെ ഇത് തീരും. പിന്നെയും അടുത്ത ഒരു മനുഷ്യ ജീവനും നഷ്ടപ്പെടും. ഞങ്ങൾക്കാണ് നഷ്ടപ്പെട്ടതിൻ്റെ വേദന ഞങ്ങൾക്കേ അറിയുള്ളൂ. നിങ്ങൾ പറഞ്ഞ പോലെ ഈ 50 കൊല്ലമായിട്ടും ഈ നിയമത്തെ ആർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, മാറ്റാൻ പറ്റുന്നില്ല എങ്കിൽ അതിന് പിന്നിൽ ഒറ്റ കാരണമുള്ളൂ. ഇതിൻ്റെ ഇരകളായ ഞങ്ങൾ സംഘടിത വോട്ട് ബാങ്കല്ല, വിലപേശൽ ശക്തിയല്ല. ഇതായിരുന്നെങ്കിൽ ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് ഈ പറയുന്ന നിയമങ്ങളിലൊക്കെ മാറ്റം വരുത്തിയാനെ. പിന്നെ പറയുന്നുണ്ട് ഈ നിയമം അനുസരിച്ച് അങ്ങനെയാണ്, ഞങ്ങൾ കാട് വെട്ടുന്നുണ്ട്, അങ്ങനെയൊക്കെ ചില ആളുകളൊക്കെ ഇങ്ങനെ പറയുന്നു കേട്ടു. സ്പേസ് ഡോക്കിങ് നടത്തുന്ന രാജ്യമാണ് നമ്മൾ, സ്പേസ് ഡോക്കിങ്. എന്നിട്ട് നമുക്ക് ഈ കാടും ഗ്രാമവും തമ്മിൽ കൃത്യമായിട്ട് ഒരു അതിർവരമ്പ് ഉണ്ടാക്കാൻ കഴിയുന്നില്ല എങ്കിൽ എന്ത് സയൻസ്, എന്ത് ടെക്നോളജി? ഞങ്ങൾക്ക് അങ്ങനെ ഇത് ഒത്തിരി ആവശ്യങ്ങൾ ഡിമാൻഡുകളുണ്ട്. ഞങ്ങൾ ജനിച്ച് വീണ മണ്ണിൽ സ്വസ്ഥമായിട്ട് ജീവിക്കാനുള്ള സാഹചര്യം ആണ്. നിങ്ങൾ എല്ലാ മനുഷ്യരെ പോലെയും കാട്ടിലെ മൃഗങ്ങൾക്ക് ജീവിക്കാൻ അവകാശം ഉണ്ടെങ്കിൽ ഞങ്ങൾക്കും ജീവിക്കാൻ അവകാശം ഉണ്ടെന്നേ. കാരണം ഈ കാട്ടിലെ മൃഗങ്ങൾ അല്ലെങ്കിൽ കാടിനെ സംരക്ഷിക്കാൻ ഇവരാരും ഞങ്ങളെ പഠിപ്പിക്കുകയൊന്നും വേണ്ട. ഞങ്ങളൊക്കെ ആദിവാസികളാണ്, ഒന്നാന്തരം ട്രൈബ്സാണ്. കാടിനെ എങ്ങനെ സംരക്ഷിക്കണം എന്ന് 5ാമത്തെ വയസ്സിൽ, ഇന്ന് രാധകളമ്മേനെ കടുവ പിടിച്ച ആ ഏരിയയിൽ എന്നെയൊക്കെ 5ാമത്തെ വയസ്സ് തൊട്ട് അച്ഛൻ കൊണ്ടുപോകുന്നതാണ്. വൻമരങ്ങളാകാം, ശേഷിയുള്ള മരങ്ങളിൽ പടർന്ന വള്ളിപ്പറപ്പൊക്കെ 5ാമത്തെ വയസ്സിൽ മാറ്റി എങ്ങനെ ഒരു വനമുണ്ടാക്കാം, അല്ലെങ്കിൽ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ അവസാനത്തെ കണ്ടം പ്രകൃതിക്ക് അല്ലെങ്കിൽ പക്ഷികൾക്ക് മാറ്റി വെക്കുന്ന ആളുകളാണ് ഞങ്ങൾ. വനം വേണ്ട, വനം അത് ആവശ്യമില്ല എന്നൊന്നുമല്ല. പക്ഷേ വനത്തിലെ ജീവികൾക്ക് ജീവിക്കാൻ അവകാശമുണ്ടെങ്കിൽ നാട്ടിലെ മനുഷ്യർക്കും ജീവിക്കാൻ അവകാശമുണ്ട്. അതിനു വേണ്ടിയായിരിക്കണം നിയമം. അല്ലാതെ വനത്തിൽ ജീവിക്കുന്ന മൃഗങ്ങൾക്ക് മാത്രമുള്ളതാവരുത് നിയമം. നിങ്ങൾ പറഞ്ഞാൽ ഇനിയും ഇത്ര 100 കണക്കിന് കാര്യം അപകടങ്ങൾ നടന്നാലും അധികാരി വർഗത്തിൻ്റെ ഭാഗത്തു നിന്ന് വലിയ ഒരു കണ്ണ് തുറക്കലൊന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. ഉണ്ടാകുമായിരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മൾ ശക്തരായ വോട്ട് ബാങ്കൊക്കെ ആയിരുന്നെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പിന് മുമ്പിലൊക്കെ അതിശക്തമായി സംഘടിതരായിട്ട് വാദിച്ച ഞങ്ങൾക്ക് ഈ പറഞ്ഞ നിയമങ്ങളിലൊക്കെ മാറ്റങ്ങളൊക്കെ വരും. അത് വരാതിരിക്കുമൊന്നുമല്ല. ഇപ്പം ഞങ്ങളെ സംബന്ധിച്ച് ഇല്ല, എനിക്ക് കേൾക്കാം. അത് വളരെ അടിസ്ഥാനപരമായ കാര്യങ്ങളാണ് എന്നുള്ളത് കൊണ്ട് ഇടപെടാതിരുന്നു എന്നേ ഉള്ളൂ. ബാബു, കേൾക്കാമോ? കോള് കട്ടായിപ്പോയി. നിങ്ങളെപ്പോലെ ജീവിക്കണമെന്ന് നമ്മളിൽ ഒരാൾ നമ്മളോട് പറയുന്നത് നമ്മളെ ഇരുത്തി ചിന്തിപ്പിക്കേണ്ട കാര്യമാണ്. നമ്മളെപ്പോലെ ജീവിക്കാൻ അവർക്ക് അവകാശവും അധികാരവുമുണ്ട്. അത് അവർക്ക് കൊടുക്കേണ്ട ഉത്തരവാദിത്വം നമ്മുടേതാണ് എന്നത് പ്രധാനവുമാണ്. നിയമസഭയിൽ ഈ വിഷയം വരേണ്ടതുണ്ട്. ഏറ്റവും പ്രാധാന്യത്തോടെ അടിയന്തര പ്രമേയമായി തന്നെ വരേണ്ടതുണ്ട്. അല്ലെങ്കിൽ സഭ സ്വമേധയാ ഇത് ചർച്ച ചെയ്യേണ്ടതുണ്ട്. എന്താണ് ചെയ്യാൻ കഴിയുക എന്നത് സംബന്ധിച്ചൊരു പ്രമേയം പാസാക്കലിൽ അവസാനിപ്പിക്കാത്ത ഉത്തരവാദിത്തമായി ഏറ്റെടുക്കേണ്ടതുണ്ട്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. നമ്മൾ ഇറങ്ങുന്ന നമ്മുടെ മണ്ണിൽ നിന്ന്, നമ്മുടെ വീട്ടുമുറ്റത്ത് നിന്ന് എന്നെയും നിങ്ങളെയും അടക്കം അതേപോലെ ജീവിതത്തോട് പ്രതീക്ഷയും ആഗ്രഹവുമുള്ളൊരു മനുഷ്യനെ ഒരു കടുവ പിടിച്ചു വലിച്ച്
200 മീറ്റർ വലിച്ചിഴച്ച് കൊണ്ടുപോയ ആ ഭീതി, ആ അവസ്ഥ എത്രയാണെന്ന് ആലോചിക്കണം. ഉൾക്കാട്ടിൽ കൊണ്ടുപോയി ഭക്ഷിക്കുകയാണ്. ആ ശരീരം മുഴുവനുമില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമായിരുന്നു. ആ ഒരു അവസ്ഥ ഇനി ഒരു മനുഷ്യൻ ഉണ്ടാകാതിരിക്കാൻ എന്തു ചെയ്യണമെന്നത് നമ്മൾ ആലോചിക്കേണ്ടതാണ്. നമ്മളതിന് പരിഹാരമുണ്ടാക്കേണ്ടതാണ്. ഇത് ഇന്നത്തെ ഒരൊറ്റ ദിവസം കൊണ്ട് അവസാനിച്ചു പോകേണ്ട വിഷയമല്ല എന്ന ബോധം നമുക്കുണ്ടാവേണ്ടതാണ്. വളരെ